അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റമളാനു ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധമായ ഈ റമളാനിൻ്റെ മഅ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം നിലനിൽക്കുന്നത്. റഹ്മത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. മഅ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ്. അതിനാൽ നാം എത്ര തെറ്റുകൾ നാം അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാറുകളെ അധികരിപ്പിക്കുമെങ്കിൽ ധാരാളമായി തെറ്റുകൾ ചെയ്യുന്ന നാം ധാരാളം ഇസ്തിഗ്ഫാറുകളെ അധികരിപ്പിക്കുകയും ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തൗബ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക. ബനി ഇസ്രായേലിൽ 99 പേരെ കൊന്ന ഒരാൾക്ക് പോലും അല്ലാഹു തആല പശ്ചാത്തപിച്ചതിൻ്റെ പേരിൽ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുകൂടെ ചേർത്ത് 100 തികയ്ക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 100 പേരെ കൊന്ന ഒരാൾക്ക് പോലും ഒരു പണ്ഡിതൻ്റെ അടുക്കൽ വന്ന് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തൗബയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടി കൊന്ന് 100 തികയ്ക്കുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് പോലും അല്ലാഹു തആല പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്തതിൻ്റെ പേരിൽ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാമും അള്ളാഹുവിനോട് നാം തൗബ ചെയ്ത് നാം മടങ്ങുക. അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ പാപങ്ങൾ പൊറുക്കുന്ന റമളാനാക്കി നാം മാറ്റുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഈ റമളാൻ അനുകൂലമായി ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.